ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ സരോജിനി മാർക്കറ്റിൽ കുറച്ചും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ മനുവിന് ക്ലാസ്സൊക്കെ മുടങ്ങുകയാണ് അറിഞ്ഞു. അപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി പർച്ചേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെ സരോജിനി മാർക്കറ്റിലേക്ക് വിട്ടു കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാണ്, ഞാനും മനു. പിന്നെ അങ്ങനെ മാർക്കറ്റൊക്കെ എത്തി. വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരം പോയത് കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, കപ്പട മാർക്കറ്റിനേക്കാളും തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ അധികവും ബോയ്സിനേക്കാളും ഒരുപടി മുന്നിലേന്ന് വേണമെങ്കിൽ പറയാം. ഗേൾസാണ്, അത്ര തിരക്കാണ്. ഗേൾസാണ് കേട്ടോ ഇവിടെ ഫുള്ളും. പിന്നെ അതായത് ഒരുപാട് പർച്ചേസ് ചെയ്യണൊക്കെ ഗേൾസാണ്. പിന്നെ ബോയ്സിന്ന് ചിലവർ കച്ചവടക്കാരായിട്ട് നിൽക്കണമെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ റൂമിലെത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പോകാൻ വിചാരിച്ചു. പക്ഷേ ഈ ഓട്ടോക്കാരൻ ഞങ്ങളെ വഴി തെറ്റിച്ചിട്ടോ. ഞങ്ങൾ ഒന്ന് ഭയന്നു. മനു ഒരു ഭയമില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്, എങ്കിൽ പോലും ഞങ്ങളൊന്ന് ഭയന്നിക്കുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ വഴിയൊക്കെ ഇയാൾ വഴി തെറ്റിച്ച് അങ്ങനെ പോയി. ഇയാൾക്കും അറിയില്ല, വയസ്സായത് കാരണം തോന്നുന്നു. എന്തായാലും ശരി, എങ്ങനെയൊക്കെയോ ഞങ്ങൾ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് ഗൂഗിളിലൊക്കെ വഴിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ റൂമിലെത്തി. റൂമിൽ ഫുഡ് ഉച്ചപ്പോഴേക്കിനും ഓർഡർ പറഞ്ഞിരുന്നു. ചപ്പാത്തിയും ദാൽ മഖ്നി നട്ടതിന് പറയുക. മനുവിനെ കേൾക്കുമ്പോഴേക്കും ചിരിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നേരം വെളുത്തിട്ട് ഞാൻ വേഗം ഇഡ്ഡലി കഴിച്ചു, കാരണം എനിക്ക് വിശക്കുകയാണ്. പിന്നെ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയൊക്കെ. പിന്നെ മനുവിന് ഇതാ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അലക്കിയിട്ട് ഇതുണ്ടോ ഈ പുറത്ത് ഇങ്ങനെ തോരട്ടതായിരുന്നു. അപ്പുറത്തൊക്കെ കണ്ട തുണികൾ. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വൈബ് ഒന്ന് എടുക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കാണാൻ കേട്ടോ. നമ്മളുടെ ഈ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ചെക്കന്മാർ വരും. പിന്നെ റൂമിന് പുറത്തുള്ള കാഴ്ച ഉണ്ടത് കണ്ടല്ലോ. റൂമിന് പുറത്തേക്ക് ഇവിടേക്കൊരു ബാൽക്കണി ഉണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ടത് ഇങ്ങനെ കാണാൻ. അപ്പുറത്തെ ടെറസിത്തെ കാഴ്ചകളാണ് കാണുന്നത്. അതൊക്കെ ഇരിക്കാനുള്ള ഓരോ സെറ്റപ്പുകളാണ്, സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. തിരിച്ച് റൂമിൽ തന്നെ പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. ഉച്ചക്കുള്ള ചോറും കറികളൊക്കെയാണ് ഈ കാണുന്നത്. ഹരിമിർച്ചി എന്നിട്ടോ അതിന് പറയാം, ഹരിമിർച്ചി ഫ്രൈ എന്നറിയുക. എന്തിന്? മുളകിന്. ഞാൻ ചോറും ഇതും പറഞ്ഞു, മനു ബിരിയാണിയും പറഞ്ഞു, എഗ്ഗ് ബിരിയാണി പറഞ്ഞത്. അങ്ങനെ കഴിച്ചു. ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകാം കേട്ടോ. നമ്മൾ ആദ്യം ഞാൻ വന്ന അന്നൊക്കെ കഴിച്ചല്ലോ ഒരു ഫുഡ്, എന്താ പറയുക, നല്ല അടിപൊളി ഒരു മുസ്ലിംസിൻ്റെ ഒരു ഹോട്ടലുണ്ടല്ലോ, അത് തപ്പിത്തെറിഞ്ഞ് പോവുകയാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ പോകുമ്പോൾ രാത്രിയിലുള്ള കാഴ്ചകളാണിത്. എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ ബ്ലോക്കിനെ കുറിച്ചിട്ട്. കാരണം ഒരു മണിക്കൂറാണ് വണ്ടി ഒന്ന് ചലിക്കണമെങ്കിൽ. അതിപ്പോൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, അത്ര തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഹോട്ടലിൽ ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റാണ്. ആ ടിക്കറ്റ് അനുസരിച്ച് അകത്തേക്ക് കയറാനും പറ്റുള്ളൂ. ആ ടിക്കറ്റിൽ എത്ര നമ്പറാണോ ആ നമ്പറിലത്തെ ചെയറിൽ നമ്മൾ ഇരിക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ആ ഹോട്ടലിന്. ഫുള്ളും എന്താ പറയുക, അഫ്ഗാനിസ്ഥാനിലത്തെ ആൾക്കാരാണ് കേട്ടോ അവിടെ. നല്ല എന്താ പറയുക, നല്ല വൃത്തിയും മെനയൊക്കെ ഉള്ളൊരു മനുഷ്യന്മാരെന്നറിയാം. ഇവിടെ കണ്ടില്ലേ, ഇത് ക്യൂ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നിലുള്ള ആ കുട്ടി കണ്ടോ, ഒരു നാടോടികളുടെ കുട്ടിയാണ് കേട്ടോ അത്. ഈ സെക്യൂരിറ്റി എത്രയോ പ്രാവശ്യം അതുങ്ങളെ തല്ലി ആട്ടി ഓടിക്കണു. പക്ഷെ എന്നാലും അവർ ബലൂണും പിന്നെ എന്താ പറയുക, കുട്ടികൾക്കുള്ള കളി സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ ഈ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത് ഈ ഹോട്ടലിൽ വരുന്നവർക്കൊരു ഡിസ്റ്റർബ് ആവുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുണ്ടോ അവർ ആട്ടി വിടുന്നതാണ് സെക്യൂരിറ്റി. എനിക്ക് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. സെക്യൂരിറ്റിയുടെ വടി കൊണ്ട് അതിലൊരു കുട്ടീനെ അടിക്കും ചെയ്തു അയാൾ കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാക്കിയ കാഴ്ചകളൊക്കെ. പക്ഷെ എന്നാലും ഇവർ എത്ര അടി കിട്ടിയാലും അല്ലെങ്കിൽ ആട്ടി വിട്ടാലും അവർ അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അതായത് പോണില്ല ഇവർ. അത് ഇനി ഹോട്ടലിലത്തെ ബാക്കിയൊക്കെ ഇവർക്ക് കൊടുക്കലുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവർ അത്ര ചീത്ത പറഞ്ഞിട്ടും തല്ലിയിട്ടൊന്നും ഇവർ പോണില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ നമ്പർ എത്തി. ഞങ്ങളുടെ സീറ്റ് നമ്പർ 4 ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇരിക്കുകയാണ്. 4 കണ്ടില്ലേ, ടേബിൾ നമ്പർ 4, മസാർ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അതാണ് കേട്ടോ. അങ്ങനെ മനു
എന്താ പരീക്ഷയ്ക്ക് പോലും ഇത്ര ബുക്ക് മറിച്ച് നോക്കിയിട്ടുണ്ടാവില്ല, അത്രയും മനു മെനു നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്തെന്ന് ചിക്കൻ ടിക്ക, പിന്നെ കബാബ്, മട്ടൻ കബാബ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ റൈസാണത്. അത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല, അത്രയും മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസാണ്. മനു പ്ലേറ്റൊക്കെ തുടക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ മനു ഇങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. പിന്നെ ഈ റൊട്ടി പിന്നെ ഫ്രീ ആന്ന് തോന്നുന്നു, അറിയില്ല, ബില്ല് വരുമ്പോൾ അറിയാം. മനു എലി പുന്നല് കണ്ട പോലെ മനുവിൻ്റെ ചിരിയൊക്കെ. മനു അറിഞ്ഞ എന്നെ തല്ലി കൊല്ലും കേട്ടോ. പക്ഷെ ഒന്നും പറയാനില്ല, നോ രക്ഷ, അത്ര ടേസ്റ്റാണ്. ഞങ്ങൾ മറ്റേ റൈസ് വരുവോളം ഞങ്ങൾ ഈ റൊട്ടിയൊക്കെ കഴിച്ചിട്ടോ. നല്ല എന്താ പറയുക, തവ റൊട്ടിയാണ്. പിന്നെ കബാബൊക്കെ പറയണ്ട, ഈ വാളിൽ പിന്നെ വെച്ചിട്ടാണ് തോന്നുന്നു അവർ എന്താ പറയുക ചുട്ടെടുക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു ആ വാളയിട്ട് നമ്മൾ മനുവിൻ്റെ നെഞ്ചത്തേക്ക് കൊള്ളും. മനു അതിനെങ്ങനെ ഇതാക്കിയിട്ടാണ് ഇരിക്കണത്. പിന്നെ നല്ല ജ്യൂസ്, ഈ ജ്യൂസിൽ എന്താ പറയുക പിസ്ത, ബദാം, നട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. മാംഗോ ഷേക്ക് എന്ന് പറയാം. കണ്ടോ, നേരെ ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുക കേട്ടോ. നമ്മൾ ബെഡിലൊക്കെ ഇരിക്കണ പോലെയാണ് ഇരിക്കണത് അവിടെ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ, വേറൊരു സ്പെഷ്യലാണ് ഈ മോരും വെള്ളം. എല്ലാവരും വാങ്ങണം കേട്ടോ, എന്ത് ടേസ്റ്റാണോ. നമ്മൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മളിത് വാങ്ങിയില്ല, ഇപ്പം എല്ലാവരും വാങ്ങണ കണ്ടിട്ട് നമ്മൾ വാങ്ങി നോക്കിയതാണ്. ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ താരം എത്തി, ആ റൈസ് എത്തി. പക്ഷെ അപ്പോഴത്തേനും റൊട്ടിയൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളായി. കബാബും പിന്നെ ടിക്കയും ഒക്കെ കഴിച്ചിട്ട് ചോറൊന്നും ആർക്കും പോണില്ല. അതിൻ്റെ ഇടയിൽ ജ്യൂസും കുടിച്ചു, മോരും വെള്ളം കുടിച്ചു. ബുഷിൻ്റെ പൈസയാണല്ലോ കൊടുത്തിരിക്കണത് എന്നുള്ള ഒരു ഇതിൽ ബുഷ് ഫുള്ള് കഴിച്ചു കേട്ടോ. എനിക്കൊന്നും പോയില്ല. എന്തായാലും ശരി, കൈ കഴുകുന്ന സ്ഥലമാണിത്, കണ്ടല്ലോ. ഇവിടെയൊക്കെ തിരക്കെന്ന് വെച്ചാൽ അങ്ങനെ തിരക്കൊന്നുമില്ല, തിരക്കുണ്ട്. പക്ഷേ ടോക്കൺ അനുസരിച്ചിട്ടും, അതായത് ഓരോ ടേബിൾ ഒഴിയുമ്പോഴാണ് അവർ അടുത്ത ആളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അല്ലാതെ അകത്ത് അങ്ങനെ എല്ലാവർക്കും കൊണ്ട് തള്ളി കയറാനൊന്നും പറ്റൂല കേട്ടോ. പിന്നെ ആ ജീരകമൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത് പുറത്തിങ്ങനെ യൂബറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴും ഞാൻ എന്താ കാഴ്ച കാണുന്നത്, ആ നാടോടികൾ പിന്നെ എന്താ പറയുക അവിടെ തന്നെ കണ്ടോ, അത്ര സെക്യൂരിറ്റി ആട്ടിയിട്ടും പിന്നെയും കണ്ടോ അവരവിടെ തന്നെ നിൽക്കണത്. അതിൽ ഞാൻ ഒരു കുട്ടീനെ സെക്യൂരിറ്റി നല്ലൊരു അടി കൊടുത്തിട്ടോ. ആ കുട്ടി ചന്നം പിന്നെ വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി ചാടി ഓടിയിരുന്നു. എനിക്കത് കണ്ടപ്പോൾ പിന്നെയും വിഷമം വരും എന്നെ. എത്ര ആയാലും ഇവർ മനുഷ്യന്മാർ തന്നെ അല്ലേ. സങ്കടം കണ്ടോ. ഈ കുട്ടികളിങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണവരോടൊക്കെ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയ വലിയ VIP വരുന്ന ഹോട്ടൽ, ഇതിൻ്റെ മുന്നിൽ ഈ യാചകർ നിൽക്കുമ്പോൾ അതൊരു എന്താ പറയുക മര്യാദകേടായിട്ട് തോന്നുന്നു. ഞങ്ങളെ യൂബർ കാണാമല്ലോ കേട്ടോ. യൂബറിനെ വിളിച്ചിട്ട് തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. അങ്ങനെ യൂബർ എത്തി. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോവാൻ കേട്ടോ. ഇൻഷാ അല്ലാ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്ക് കാരണം പറ്റിയില്ല, വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയണ പോലെ തന്നെ ബ്ലോക്ക് നല്ല ബ്ലോക്കാണ്. അത് ഇനിയിപ്പോൾ പകല് രാത്രി എന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.